സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 27-ാമത്തെ ശ്ലോകം. ഔദുംബരത്തിൽ മശകത്തിന്നു തോന്നുമിതിൻ മീതെ കഥാപി സുഖമില്ലെന്നതിപ്പരിചു ചേതോ വിമോഹിനി മനൈക്യായികമായ തവ ദേഹോഹമെന്ന വഴി നാരായണായ നമാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഔദുംബരത്തിലുള്ള മശകത്തിന് ഇതിൽ കൂടുതൽ മറ്റൊരു സുഖമില്ല എന്ന് തോന്നും. ആ രീതിയിൽ ഞാൻ ദേഹമാണെന്ന തോന്നൽ എന്നിലുണ്ടാക്കി ഭഗവാന്റെ മനസ്സുമയക്കുന്ന മായ എന്നെ മയക്കാതിരിക്കാൻ നാരായണ അവിടുന്ന് അനുഗ്രഹിക്കണേ. ഔദുംബരം എന്ന വാക്കിന് ഉദുംബരത്തെ സംബന്ധിച്ചത് എന്നർത്ഥം. ഉദുംബരം എന്നാൽ അത്തിമരം, മശകം എന്നാൽ കൊതുക്. ഈ അത്തിമരത്തിലെ പഴമായ അത്തിപ്പഴത്തിൽ ധാരാളം പുഴുക്കളുണ്ടാവും. ആ പുഴുക്കൾക്ക് അതുതന്നെയാണ് തങ്ങളുടെ സുഖം എന്ന് തോന്നുന്നു. പുഴു എന്നതിൽ കൊതുവിനെയും ഉൾപ്പെടുത്താം. കയ്പും മധുരവും ചേർന്ന ആ പഴത്തെ തന്നെ അവ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഓരോ ജീവനും. ലൗകിക സുഖങ്ങളിൽപ്പെട്ട് താൻ ദേഹമാണെന്ന് തോന്നുന്ന ഒരുവന് ഈ കയ്പും മധുരവും സുഖവും ദുഃഖവും തന്നെയാണ് ലോകം എന്ന് കരുതുന്നു. അത് ഭഗവാന്റെ മായ കൊണ്ടാണ് ആ ഒരു തോന്നൽ വരുന്നത്. ആ മായ നീങ്ങിപ്പോയാൽ മാത്രമേ സത്യത്തെ തിരിച്ചറിയൂ. വിഷയസുഖിയായിരിക്കുന്ന ഒരുവന് അത് എളുപ്പമല്ല. ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമേ സത്യത്തെ അറിയാൻ സാധിക്കുന്നു. ഹരേ നാരായണ, മായയെ നീക്കി ഈയുള്ളവന് സത്യത്തെ അനുഭവമാക്കി തരൂ. അവിടുത്തേക്ക് നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, രാധേ രാധേ, ജയ് ഗുരുജി.